ബംഗ്ലാദേശിൽ വർദ്ധിച്ചുവരുന്ന നിയമരാഹിത്യത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന യൂനസിനെ വിമർശിച്ചു. അതേസമയം രാജ്യത്തിന്റെ ഭരണഘടനാ ചട്ടക്കൂടിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. തായ്ലൻഡ് കംബോഡിയ സംഘർഷം ചർച്ച ചെയ്യാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ യോഗം ചേർന്നു. ദീർഘദൂര ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് ഇന്ത്യൻ സർക്കാർ വർദ്ധിപ്പിച്ചു. യുഎസ് ട്രഷറികളിലെ ബ്രിക്സിന്റെ ഓഹരി വില താഴേക്ക് നീങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നിഗറ്റയിലെ കാഷിവാസാക്കി കരിവ ആണവ നിലയം പുനരാരംഭിക്കുന്നത് ജപ്പാൻ പരിഗണിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യകതകൾ കണക്കിലെടുത്താണ് ഈ പദ്ധതി. ഇറാൻ മിസൈൽ ഡ്രിൽസ് നടത്തി. അമേരിക്ക സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പ്രതിഷേധക്കാരുടെ ഒരു ജനക്കൂട്ടം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാവിന്റെ വീടിന് തീയിട്ടു. 7 വയസ്സുള്ള മകൾ കൊല്ലപ്പെട്ടു. വാളയാർ ആൾക്കൂട്ടക്കൊല പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. രാംനാരായൺ ബഘേലിന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ ഭരണകൂടം.